കോയിപ്രം ബ്ലോക്കിൽ UDF വിജയം. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ പിടിച്ചെടുത്തു. നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. തോട്ടപ്പുഴശ്ശേരിക്ക് പിന്നാലെ കോയിപ്രം ബ്ലോക്കിലും LDFന് കാലിടറി. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ UDF പിടിച്ചെടുത്തു. പ്രസിഡന്റായി ജെസ്സി സൂസൻ ഫിലിപ്പും വൈസ് പ്രസിഡന്റായി എൽസ തോമസും 2 വീതം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ചൊവ്വാഴ്ച രാവിലെ 11-ന് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഉച്ചയ്ക്ക് 2-ന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ നടന്നു. കോയിപ്രം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന CPMലെ KK വത്സലയും വൈസ് പ്രസിഡന്റ് ഉണ്ണി പ്ലാച്ചേരിയും അവിശ്വാസത്തിലൂടെ പുറത്താക്കിയതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ UDFന് 7-ഉം LDFന് 6-ഉം പ്രതിനിധികളാണ് ഉണ്ടായിരുന്നത്. UDFലെ ജിജി ജോൺ, ലാലു തോമസ് എന്നിവരെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായി തെരഞ്ഞെടുത്തിരുന്നു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ കോൺഗ്രസിലെ ഉണ്ണി പ്ലാച്ചേരി കൂറുമാറി LDFിലെത്തുകയും UDFന് ഭരണം നഷ്ടപ്പെടുകയുമായിരുന്നു. തുടർന്നുള്ള 3 വർഷം LDFിലെ വനിതാംഗങ്ങൾക്ക് ഓരോ വർഷം വീതം പ്രസിഡന്റ് സ്ഥാനം LDF ഉറപ്പു നൽകിയിരുന്നു. അതിൻ പ്രകാരം ശോശാമ്മ ജോസഫ് പ്രസിഡന്റും ഉണ്ണി പ്ലാച്ചേരി വൈസ് പ്രസിഡന്റുമായ കമ്മിറ്റി അധികാരത്തിൽ വന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ ശോശാമ്മ ജോസഫ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞെങ്കിലും തുടർന്ന് പ്രസിഡന്റായി വന്ന CPMലെ മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ KK വത്സല ധാരണ പ്രകാരം ഒഴിയാൻ തയ്യാറായില്ല. ഇതോടെ അടുത്ത അവസരം ലഭിക്കേണ്ടിയിരുന്ന ജെസ്സി സൂസൻ UDF പക്ഷം ചേരുകയും CPMന്റെ വിപ്പ് ലംഘിച്ച് LDFനെതിരെയുള്ള അവിശ്വാസത്തിൽ ഒപ്പിടുകയുമായിരുന്നു. അങ്ങനെ UDF 7-ഉം LDF 6-ഉമായി ചുരുങ്ങി. ഇതിനിടയിൽ ഉണ്ണി പ്ലാച്ചേരിയെ കോടതി അയോഗ്യനാക്കിയതോടെ ഇടതുപക്ഷം 5 അംഗത്തിൽ ചുരുങ്ങി. മുൻധാരണകൾ നടപ്പിലാക്കാനുള്ള ആർജവം നഷ്ടപ്പെട്ടതാണ് ഈ പരാജയത്തിന് കാരണമെന്നാണ് അണികൾ പറയുന്നത്. തോട്ടപ്പുഴശ്ശേരിയിലും 5 CPM നേതാക്കളാണ് കൂറുമാറി വിപ്പ് ലംഘിച്ചത്. ഇവിടെ BJP പിന്തുണയുള്ള സ്വതന്ത്രനെ പിന്തുണയ്ക്കാനുള്ള അസാധാരണ വിപ്പും വിവാദമായിരുന്നു. കോഴഞ്ചേരി പഞ്ചായത്തിലും അവിശ്വാസ പ്രമേയത്തിന് UDF നോട്ടീസ് നൽകിയിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോയിപ്രം ബ്ലോക്ക് പഞ്ചായത്തിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വന്നെങ്കിലും ഒരംഗം കൂറുമാറിയതിനെ തുടർന്ന് നമുക്ക് ഭരണം നഷ്ടപ്പെട്ട സാഹചര്യമായിരുന്നു ഇതിന് മുൻപുണ്ടായിരുന്നത്. പക്ഷേ ഈ ഭരണം നമുക്ക് ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, LDFിൻ്റെ ഭരണസമിതിയുടെ കാര്യക്ഷമതയില്ലായ്മയും അവരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം മൂലമാണ് മനന്നൊന്നാണ് ഈ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ശ്രീമതി ജെസ്സി സൂസൻ ജോസഫ് നമ്മളോടൊപ്പം ചേരുകയും ഭരണസമിതിയിൽ ഒരു മാറ്റമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. അതനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ UDF അംഗങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മളുടെ UDF ഭരണം തിരിച്ചു പിടിച്ചിട്ടുണ്ട്. കോയിപ്രത്ത് നടന്ന ആഹ്ലാദ പ്രകടനത്തിലും യോഗത്തിലും KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു, നേതാക്കന്മാരായ ജോർജ് മാർമൻ കൊണ്ടൂർ, അനീഷ് വരിക്കണ്ണാമല, അഡ്വക്കേറ്റ് TK രാമചന്ദ്രൻ നായർ, അഡ്വക്കേറ്റ് ജയവർമ്മ, അഡ്വക്കേറ്റ് ലാലു ജോൺ, K ശിവപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി. ലോകപ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക സ്ഥാപനം. കഴിഞ്ഞ 3 തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ, ഭാവത്തിൽ, അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു. ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ്. കോൺടാക്ട് നമ്പർ 9947164872, 9947825232.